നമസ്കാരം. IPL പൂരത്തിന് ശേഷം ഇന്ത്യൻ ടീമിനെ കാത്ത് നാട്ടിലും വൈറ്റ് ബോൾ, റെഡ് ബോൾ പരമ്പരകളാണ് ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത്. IPL കഴിഞ്ഞാൽ ഇന്ത്യ ആദ്യം കളിക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള 5 ടെസ്റ്റുകളുടെ പരമ്പരയാണ്. അതിനുശേഷമാണ് ബംഗ്ലാദേശിന്റെ പര്യടനം. 3 വീതം ഏകദിനങ്ങളും T20കളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓഗസ്റ്റ് 17-നാണ് ഏകദിന പരമ്പരയുടെ തുടക്കം. T20 പരമ്പര ഓഗസ്റ്റ് 26-നും ആരംഭിക്കും. ഈ വർഷം ഇന്ത്യൻ ടീമിന്റെ രണ്ടാമത്തെ T20 പരമ്പര കൂടിയാണത്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി ഇംഗ്ലണ്ടുമായി നാട്ടിലാണ് അവസാനമായി 5 T20കളുടെ പരമ്പരയിൽ ഇന്ത്യ ഇറങ്ങിയത്. 4-1 പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. അടുത്ത വർഷം ICCയുടെ T20 ലോകകപ്പ് നടക്കാനിരിക്കെ ഇതിനുള്ള മികച്ച തയ്യാറെടുപ്പുകളിൽ ഒന്നായിരിക്കും വരാനിരിക്കുന്ന ബംഗ്ലാദേശ് പര്യടനം. വലിയ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ ഏറ്റവും ശക്തമായ ടീമിനെ തന്നെ ഈ പരമ്പരയിൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ പരീക്ഷിക്കുമെന്നുറപ്പാണ്. ബംഗ്ലാദേശുമായുള്ള T20 പരമ്പരയിൽ ഇന്ത്യൻ സാധ്യത ടീം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ഇന്ത്യൻ ടീം അവസാനമായി കളിച്ച 3 T20 പരമ്പരകളിൽ നിന്നും വ്യത്യസ്തമായ ടോപ്പ് 3 ആയിരിക്കും ബംഗ്ലാദേശിൽ ഇന്ത്യ അണിനിരത്തുക. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ സഖ്യമായിരുന്നു മുൻ പരമ്പരകളിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ. എന്നാൽ ബംഗ്ലാദേശിനെതിരെ ഈ 2 പേരെയും ഓപ്പണിംഗിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. പകരം യുവ ബാറ്റിംഗ് സെൻസേഷനുകളായ ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളുമായിരിക്കും ടീമിനായി ഓപ്പണിംഗിൽ ഇറങ്ങുക. IPL-ൽ മിന്നുന്ന ഫോമിലാണ് ഇരുവരും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനായി 500-ന് മുകളിൽ റൺസും ക്യാപ്റ്റൻ കൂടിയായ ഗില്ല് നേടിക്കഴിഞ്ഞു. രാജസ്ഥാൻ റോയൽസിന്റെ കുപ്പായത്തിൽ ജയ്സ്വാളും മിന്നിക്കുകയാണ്. ഇവർക്ക് ശേഷം 3-ാം നമ്പറിലായിരിക്കും പരമ്പരയിൽ സഞ്ജുവിനെ കാണാനാവുക. ടീമിനായി വിക്കറ്റ് കാക്കുന്നതും അദ്ദേഹമായിരിക്കും. IPL-ലെ ഫ്ലോപ്പ് ഷോയോടെ ഋഷഭ് പന്ത്, ഇഷാൻ കിഷനുമെല്ലാം T20 പ്ലാനുകളിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. ഇനി ഗൗതം ഗംഭീറിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു തന്നെയായിരിക്കും. ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ 4-ാം നമ്പറിൽ ക്യാപ്റ്റനും 360 ബാറ്ററുമായ സൂര്യകുമാർ യാദവ് ആയിരിക്കും കളിക്കുക. ഇതിനേക്കാൾ താഴേക്ക് അദ്ദേഹം പോവാനിടയില്ല. സ്കൈയെ സംബന്ധിച്ച് ബെസ്റ്റും 3 അല്ലെങ്കിൽ 4 പൊസിഷനുകളാണ്. സൂര്യ കഴിഞ്ഞാൽ 5-ാമനായി ഇടം കയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയുടെ ഊഴമായിരിക്കും. മുൻ T20 പരമ്പരകളിൽ അഗ്രസീവ് ഇന്നിംഗ്സുകളുമായി കസറിയിട്ടുള്ള താരമാണ് അദ്ദേഹം. 6-ാമനായി ബാറ്റിംഗിനെത്തുക സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും. മുൻ പരമ്പരകളിൽ ഫിനിഷറുടെ റോളിലുണ്ടായിരുന്ന റിങ്കു സിംഗ് ഇത്തവണ ടീമിലില്ല. മോശം പ്രകടനങ്ങളാണ് താരത്തിന് തിരിച്ചടിയാകുന്നത്. IPL-ലും റിങ്കുവിന് കാര്യമായി തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. ഹാർദിക്കിന് ശേഷം 7-ാമനായി സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ ആയിരിക്കും കളിക്കുക. ബാറ്റിങ്ങിനോടൊപ്പം വിക്കറ്റുകളുമായി ബൗളിംഗിലും നിർണായക ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമാണ് അക്ഷർ. ബംഗ്ലാദേശിലെ പിച്ചുകൾ സ്പിൻ ബൗളിംഗിനെ തുണയ്ക്കുന്നതിനാൽ 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കാം. കുൽദീപ് യാദവും മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയുമായും ടീമിലെ പ്രധാന സ്പിന്നർമാർ. പേസ് നിരയിൽ സ്റ്റാർ ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക് ഈ പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകിയേക്കും. പകരം മുഹമ്മദ് സിറാജ് ആയിരിക്കും പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക. കൂട്ടിന് അർഷ്ദീപ് സിംഗിനെയും ടീമിൽ കാണാനാകും.